ഏവർക്കും നമസ്കാരം. ഞങ്ങൾ ഇത് കുടുംബസമേതം പുറപ്പെട്ടിരിക്കുന്നു പാതിരാമണൽ എന്ന ഒരു ദ്വീപിലേക്ക്, അതായത് ഒരു ഐലൻഡിലേക്ക് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ പുറപ്പെട്ടത്. പക്ഷേ ഇത് എവിടെ എത്തിച്ചേരുമെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. എന്തിനെ അപ്പോൾ കുടുംബത്തിലെ എല്ലാവരും ഉണ്ട്. കൂടെ ഒരാൾ ആങ്കറിങ് ചെയ്യാന്ന് പറഞ്ഞ് കുറേ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. നോക്കാം. ശരി, എന്തായാലും അവൾ എന്താ പറയുന്നത് നോക്കാം. ഓവർ ടു രചന, അല്ല രഞ്ജന. വെൽക്കം ടു ദ റിതം ഓഫ് ലവ്. ഞങ്ങൾ ഐലാൻഡിൽ പോവാണ്. അവിടെ ബോട്ട്സ് നിറയെ തിങ്സ് ഉണ്ട് ഗൈസ് അവിടെ കാണാനെല്ലാം. നോക്ക് ഗൈസ്, നല്ല രസമുണ്ട്. ഇവിടെ നിറയെ സ്പേസും കൊണ്ട് ഇരിക്കാനല്ല. വെള്ളത്തിൽ നിറയെ എന്ത് പറയും ഷെൽക്കെല്ലാം കിട്ടും ഗൈസ്. അവിടെ നിറയുണ്ട്. നിങ്ങൾ കണ്ടില്ല? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ വരാം. നിങ്ങൾ പോയി കാണി. ഇവിടെ നല്ല രസമുണ്ട് ഐലാൻഡ് പറയണത്. ഞങ്ങളിപ്പോൾ പോയി കാണാൻ പോവാണ്. നിങ്ങള് ശരി, കുട്ടി എന്തൊക്കെയോ പോയി കാണാനൊക്കെ പറഞ്ഞു. എന്തായാലും നമുക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി നോക്ക്. പതിനാമണൽ മുഹമ്മയ്ക്കടുത്ത് ആലപ്പുഴ ജില്ല. ആഹാ, എന്താ ഡാൻസ്! ഇവിടെ ചേച്ചിമാരെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുവാണ്. പക്ഷെ പാവം ചേച്ചിമാർക്ക് അറിയുന്നില്ല ഇതൊരു വീഡിയോ ആണ്. എന്ത് ചെയ്യാനല്ലേ, ഇതുപോലെ കുറേ പേരുണ്ട്. പുറകിൽ നിന്ന് ആ കൊച്ചു പറയുന്നുണ്ട് ഇതൊരു ക്രിഞ്ച് പോസാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. എല്ലാവരും ഇരിക്കുന്ന പോലെ ഒരു പോസ്റ്റിലങ്ങോട്ട് ചേട്ടനെ കണ്ടില്ലേ, ഒരു പ്രശ്നമില്ലാതെ ജീവിതത്തിൽ സന്തോഷം മാത്രം ചേട്ടൻ നമ്മളെയും കുത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെല്ലുമെന്ന് ദൈവത്തിനറിയാം. ആ കാണുന്ന ദ്വീപാണ് ലക്ഷ്യം. പക്ഷേ അവിടെ എന്തുണ്ട്, ഏതുണ്ട്, എന്തൊക്കെ നമ്മളെ കാത്തിരിപ്പുണ്ട് എന്ന് അവിടെ ചെന്നാലേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഞങ്ങൾ ഈ തിരമാലകളുടെ ഇടയിൽ കൂടെ ഇതാ ഈ പിള്ളേരുടെ കൂടെ അങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ദ്വീപ് ലക്ഷ്യമാക്കിയാണ് യാത്ര. അവിടെ ചെന്നിട്ട് എന്തുണ്ട് ഏതുണ്ടെന്ന് ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നതായിരിക്കും ഈ കൂടെ തന്നെ. ഈ പിള്ളേരെ സഹിക്കുന്ന തന്നെ ഒരു വലിയ കാര്യമാണ്. എന്താ കണ്ടില്ലേ, മുന്നക്കിളിയുടെ മോളിൽ പാട്ടുണ്ടി എന്ന് പറഞ്ഞ പോലെ പാട്ടും പാടി നല്ല അടിച്ച പൊളിച്ച് ഒരു യാത്രയാണ് ഇത്. ഓ, എന്താണോ ചെയ്യുന്നത്. കയറ് വരച്ച ബോട്ട് നീങ്ങുമെന്ന് ആരോ പറഞ്ഞു മോളോട്. അതാ മോള് ചെയ്തോണ്ടിരിക്കുന്നു. അടുത്ത പോസ്. എന്താ ചിരി! രണ്ടിലെ തിരമാലകൾ എണ്ണിക്കൊണ്ടിരിക്കുക. ഇവിടെ മാറി മാറി നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാം. ഞാൻ ഫോൺ മെമ്മറി ഫുള്ളാവുന്നവരെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യും. എന്നാലും ചേട്ടൻ പാവം ഒന്നും അറിയാതെ ഞാനേ തിരമാലകളുടെ ഇടയിൽ കൂടെ, അല്ല നദികളുടെ ഇടയിൽ കൂടെ, അല്ല കായലിൻ്റെ ഇടയിൽ കൂടെ ഇന്ന് യാത്ര പോകുന്നു. അന്ന് ചേച്ചിമാരുടെ പോസ് കണ്ടില്ലേ? ഇതാണ് ഞങ്ങൾ എടുത്ത ഫോട്ടോസ്. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആഹാ, എന്താ ചേച്ചിയുടെ ചിരി കണ്ടോ? ഇതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസാണ്. ബോട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോസ്. കണ്ടില്ലേ? ഏതാണ്ട് ബോട്ടിൻ്റെ ഉടമസ്ഥതയെ കൂട്ടിയിരിക്കുന്നത് ചേച്ചിയും ചേച്ചിയുടെ കുട്ടിയും. ആഹാ, എന്താ എന്തു നല്ല ഫാമിലി. ഇതാണ് പിള്ളേരെ കൂട്ടം. ഇത് നമ്മൾ നേരത്തെ കണ്ട ഫോട്ടോ തന്നെയാണ്. റിപ്പീറ്റ് ടൈപ്പ്. സോറി, ക്ഷമിക്കണം. ആഹാ, എന്തോ അടുത്തോടെ ഇരട്ടകളല്ല പരട്ടകളാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നു ആ ദ്വീപിലേക്ക്. പതിരാമണൽ എന്ന ദ്വീപാണ്. ചേട്ടൻ്റെ നമ്പറും മേടിച്ചിട്ടുണ്ട്. ഫോൺ നമ്പറൊക്കെ മേടിച്ച് ഞങ്ങളെ ചുറ്റി കറങ്ങി തിരിച്ചു വന്ന് നിൽക്കാൻ ബോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് വാക്ക് തന്നു ആ ചേട്ടൻ വരാന്ന്. ഞങ്ങൾ ആ ദ്വീപിലേക്കുള്ള യാത്രയായി. ദ്വീപിലേക്ക് കാലെടുത്ത് പതിച്ചു വെച്ചു. അങ്ങനെ ദ്വീപ് ലക്ഷ്യമാക്കിയുള്ള ഈ ബോട്ടിൽ ചടമനെ കുറച്ച് കഷ്ടമായിരുന്നു. കണ്ടില്ലേ ഗൈസ്, ദ്വീപ് മൊത്തം കാടാണ്. കാട് മൊത്തം ഫോറസ്റ്റ് ആണ്. ചേച്ചിമാർ പല ഡിസ്കഷനിലാണ് ഇങ്ങനെ ഫോട്ടോ എടുക്കണം, ഞങ്ങൾ കാണാതെ ഇരിക്കുമ്പോൾ എടുക്കണം, നോക്കാതിരിക്കുമ്പോൾ എടുക്കണം എന്നൊക്കെ പറയാം. ഇപ്പം തന്നെ തുടങ്ങി. ഇതോ പല രീതിയിലുള്ള പോസുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ആദ്യത്തെ പോസാണ് ഈ കാണുന്നത്. നിന്നോണ്ട് നടന്നുകൊണ്ട് ഓടിക്കൊണ്ട് ചാടിക്കൊണ്ട് അങ്ങനെ പല പോസ്റ്റുകളുണ്ട്. നമുക്കെല്ലാം ഓരോന്നായിട്ട് അങ്ങനെ കണ്ടുപോവാം. എന്താ ഗൈസ്, ഞങ്ങളുടെ കൂടെ കുറിയല്ലേ? ഇതാണ് നമ്മുടെ പാതിരാമണൽ ഐലൻഡ്. സത്യം പറഞ്ഞാൽ കാണാൻ രസമുണ്ട് കേട്ടോ. ഏതാണ്ട് പഴയ യക്ഷിപ്പടങ്ങളിൽ പ്രേതപ്പടങ്ങളിൽ വരുന്ന പോലെ ചുറ്റും കാടായിട്ട് വെറും നിലവുകൾ മാത്രം. എവിടെയാണ് ഈ കുട്ടി? ഈ കുട്ടി പുറകിലില്ലായിരുന്നല്ലോ. സ്ഥലം ഇഷ്ടപ്പെട്ടോ? എന്തോ ഇവിടെ ഒരാളെവിടെ? ശരി, പോയിട്ടോ. ഇവിടെ പിന്നെ കുട്ടികളോ? ആങ്കർമാരപ്പം ഇവിടെ ഉണ്ടായിരുന്ന കണ്ടില്ല.
മിയാമിനും അങ്ങ് ഊഞ്ഞാലെ കണ്ടാലേ അത് അവിടെ പോയി ആടിക്കൊണ്ടിരിക്കും. ദൂരെ എനിക്ക് അതിൽ എന്തുവാണ് നടന്ന് നോക്കാം. ഇവിടെ ബേർഡ്സും അനിമൽസും എല്ലാം നിറയെ കാണാനുണ്ട് ഗൈസ്. ഇത് ഇങ്ങോട്ട് നോക്ക് ഗൈസ്, മൊത്തം ചെളി വെള്ളമാണ് ഗൈസ്. ഞങ്ങൾ ഫാമിലി കൂടെ ഗൈസ് ഇവിടെ വരുന്നത്. അതാ ഞങ്ങളുടെ ഫാമിലി ഓടി അതാ മിന്നോ, അത് മിച്ചി ചേച്ചി മാറും. തന്നെ അതെ, മഞ്ഞമ്പൽ ബോയ്സിന്റെ മ്യൂസിക് ഒക്കെ ഇട്ട് വരുന്ന കണ്ടില്ലേ? ഞാൻ നോക്കത്തില്ലത്. നമ്മൾ രണ്ട് ഇന്റർവ്യൂ എടുക്കാൻ വന്ന പോലെ ജാടകം അടിച്ചു പോകുന്നത്. ആ പിന്നെ ആവട്ടെ ഉമ്മക്കല്ലേ പിടിക്കാൻ പോയിക്കോ. എന്റെ സ്ലോ മോഷൻ ആണെന്നാണ് എന്റെ വിചാരം. എടാ എന്തോന്ന് കൊടുത്തോടെ, ഈ ഗാഡിയിൽ എങ്ങോട്ട് പോയി ചേരുമെന്ന് ദൈവത്തിനറിയാം. ഇവരെ വിശ്വസിച്ച് ഞാനും ഇതിന്റെ പുറകെ ക്യാമറയും വിളിച്ച് നടന്നോണ്ടിരിക്കുക. എത്ര ദൂരം നടക്കേണ്ട വരുമോ എന്തോ. എല്ലാത്തിനും വട്ടായെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, സഹിക്കുക തന്നെ. അല്ലാതെ ഇട്ടിട്ടാ പോകുന്നത്. ആരെ വിളിക്കുന്നേ? ആഹാ, രണ്ടുപേരും മിസ്സിങ് ആയിരുന്നു കേട്ടാ. അതാണ്ട് വരുന്നു. ഓടി വന്നാട്ടെ. എളുപ്പം വാ. ആഹാ, കണ്ടില്ലേ കുട്ടി ഓടുകയാണ് കണ്ടില്ലേ? ഏതാണ്ട് നിർമ്മ സോപ്പിന്റെ ആട് പോലെ. ഞങ്ങൾ കുറച്ച് കൂടെ ഫോട്ടോസ് അല്ല നല്ല ഫോട്ടോസ് കാണാം, ഫാമിലി ഫോട്ടോസ്. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ഫുൾ ഫാമിലി. ആൻഡ് ഇത് വന്ന് ഞങ്ങളുടെ 3 ലിറ്റിൽ റോസസ്. പിന്നെ ഇത് ഞങ്ങളുടെ സീനിയർ 3 ലിറ്റിൽ റോസസ് അല്ല, 1 ലിറ്റിൽ റോസസും ഉണ്ട്. പിന്നെ ഇത് ഞങ്ങളെ കുട്ടികളുടെ കൂടെ കുറച്ച് ഫോട്ടോസ്. പിന്നെ ഇത് നമ്മുടെ സീനിയർ ലേഡീസ്. അങ്ങനെ ഫോട്ടോസ് കൊച്ചിനെ ട്രീ ഹൗസിൽ ഒന്ന് കയറണോ. എന്തായാലും കയറട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. കയറിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ കയറി. വീടിനകത്ത് ട്രീ ഹൗസിലേക്ക് കയറിയാണ്. പോയിക്കോട്ടെ, ചെന്നാട്ടെ. ചെന്ന് കുറച്ച് ഫോട്ടോസ് വെച്ചേരാ. ഇതാണ് ഞങ്ങളെടുത്ത ഫോട്ടോസ്. കണ്ടല്ലേ എന്താ ഭാവങ്ങൾ, എന്തൊക്കെ ഭാവമാറ്റങ്ങൾ. ആഹാ, ഇതോ ഒരാൾ കൂടെ കുഴത്തിട്ടുണ്ട്. രണ്ടുപേരും കൂടെ ഓരോ സൈഡിൽ നിന്നാണ് ഫോട്ടോസ്. ഇവിടെ കണ്ടില്ല ഊഞ്ഞാലും അടിപൊളി ഡാൻസാണ്. ഹൈവിൻ ഊഞ്ഞാലാട്ടും. കൊച്ചു കുഞ്ഞാണെന്നാണ് വിചാരം. താണ്ട് അയ്യോ, കൊച്ചു ഇറങ്ങുന്നില്ലേ? ഇറങ്ങുമ്പോൾ ഫോട്ടോ അല്ല വീഡിയോ. ഇതുവരെ കഴിഞ്ഞില്ലേ? മതി മോളെ, ഇറങ്ങിയേട്ടാ. നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. ഇനിയും പല ഫോട്ടോകളുണ്ട് ബാക്കി. അല്ല, ഇത് എങ്ങോട്ടേല് കൊച്ചുപിള്ളേർ കളിക്കുന്നതല്ലേ? തവളയുടെ പുറകെ പൊന്നോ ആ കൊച്ചിനെ വെടിച്ചകത്ത് കയറ്റി തവളയുടെ കുണ്ടിക്കകത്ത്. അല്ലാതെ എന്ത് പറയണ്ടാണ്ട് വായിക്കൂടെ വെളി വരുന്നു. പുറകെ കൂടെ കയറി. ഇപ്പൊ ബാക്കി കൂടെ ഫ്രണ്ടിൽ കൂടെ വെളിയിലും വരും. എവിടെ പോയ രണ്ടുപേരെ കാണുന്നില്ലല്ലോ. നല്ല ചേച്ചി വരുവാ, വന്നാട്ടെ പോന്നോട്ടെ. എല്ലാ ആവശ്യവും തെറ്റ് പോയില്ലേ? ഇങ്ങനല്ലടാ, പുറയുന്നു പറയുന്ന ഡയലോഗ് പറയാൻ. ഇങ്ങനൊന്നും അല്ലടാ. അതെ, എന്തോ മാറിപ്പോയി. എല്ലാ ആവശ്യവും ഉണ്ടായിരുന്നു. എന്തോന്നത് ഇങ്ങനല്ലടാ.
പോന്നോട്ടെ വല്ല ഹെൽപ്പും വേണം വന്നാട്ടെ ഓ ഒരു ഇത് ഒപ്പിച്ചെടുത്ത് ചേച്ചി എളുപ്പം വാ ചേച്ചി എല്ലാ ആവശ്യമുണ്ട് കൊച്ചുങ്ങൾ കയറുന്ന തവളയുടെ വഴി കയറി അതാണ്ട് ആ വന്നല്ല ഓക്കെ അല്ലേ അതാണ്ട് അടുത്ത ചേച്ചി മെങ്ങാനും വെളി വരുമോ ആ മറ്റേ പോന്നോട്ടെ ഒന്നാട്ടെ അങ്ങനെ കൊച്ചിനെ കളിക്കട്ടെ അണ്ട് ചേച്ചിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്ന എൻ്റെ അവിടെ കടമകാരി കുറിച്ച് ആരോടാണ് കളി പിന്നല്ല അവിടെ ഇരുന്നോ ചാഞ്ചക്കം ഊഞ്ഞാലിലാടാ എന്നും പറഞ്ഞ് കിടന്ന് ആടുന്ന ആട്ടം കണ്ടില്ലേ ഊഞ്ഞാലാണ് അത്ര ഊഞ്ഞാല് ഈ വയസ്സിൽ പോയി എന്തെങ്കിലും പണിയെടുക്കേണ്ടതിന് ഒരു ഊഞ്ഞാലിൽ കയറി കളിച്ചോണ്ടിരിക്കുക എന്ത് പറയാൻ കാലം കാണിച്ചു തന്ന ഒരു വിധി അല്ല എന്ത് ചെയ്യാൻ ചേച്ചി ഇറങ്ങി പോകുന്നില്ലേ സമയമായി പാർക്ക് മൂടാൻ പോവാന്ന് ആ ശരി ഇതെന്ത് കാടാണല്ലോ മൊത്തം ഫോറസ്റ്റ് ആണ് എന്റെ ദൈവമേ ഞാൻ വഴി തെറ്റിയോ ആ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവര് ആ ഇവരോട് പോ ഇതെന്ത് അയ്യോ പാവം എന്ത് ചെയ്യാൻ ചേച്ചിക്ക് വന്നൊരു പാടെ പിന്നെ ഇപ്പൊ അങ്ങ് പോകുമ്പോ എന്താ ചേച്ചിയുടെ വിചാരം ആരെയോ വിളിക്കുന്നുണ്ട് ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ആരാ പോകുമ്പോന്ന് കാണട്ടെ ആഹാ ഓ ഈ കുട്ടിയായിരുന്നോ അമ്മ കാണാം വാ ഇരിക്കിരിക്കി കുട്ടി ഇരിക്ക നമുക്ക് നോക്കാം പോവും കുട്ടി അയ്യോ പാര അയ്യോ ഈ ചേച്ചിയോ ചേച്ചി വേണ്ട ചേച്ചി വെറുതെ വേണ്ട ചേച്ചി ചേച്ചി എല്ലാം പോയി ഓ അങ്ങനെ ഞങ്ങളുടെ ഈ വ്ലോഗിന്റെ ഒരു അവസാനം എത്താറായി ഞങ്ങൾ ഈ പാതിരാമണൽ ഐലൻഡ് മൊത്തം ചുറ്റിക്കണ്ട് മൊത്തം അടിച്ചു പൊളിച്ച് എല്ലാം കഴിഞ്ഞ് യാത്രയായി ഇനി നമ്മൾ അടുത്ത ഒരു വ്ലോഗിൽ കാണാം അതുവരെ ബൈ ബൈ ടാറ്റ സി യു മറക്കാതെ നമ്മുടെ ചാനൽ റിതം ഓഫ് ലവ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടല്ലോ മറക്കരുതേ ബൈ